സയ്യിദ് മുസ്താഖ് അലിയിൽ കേരളത്തിന്റെ അടുത്ത മത്സരം അത് ഇന്നായിരുന്നു. ആന്ധ്രയായിരുന്നു കേരളത്തിന്റെ എതിരാളികൾ. കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ മാച്ച് അതിനിർണായകമായിരുന്നു. നോക്കൌട്ട് മത്സരത്തിൽ കേരളത്തിന് അടിതെറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിന്റെ ബാറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ആന്ധ്ര സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ കേരള ആന്ധ്ര മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പതിവ് പോലെ സഞ്ജുവും രോഹൻ കുന്നുമേലുമാണ് ഓപ്പണിംഗിൽ ഇറങ്ങിയത്. എന്നാൽ ഇന്ത്യക്ക് ഓപ്പണിംഗിൽ പിഴച്ചു. രോഹൻ കുന്നുമേൽ 9 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. പിന്നീട് വന്നത് ജലജ് സക്സേനയായിരുന്നു. താരം ഇന്ന് മികച്ച കളി പുറത്തെടുത്തു. 27 റൺസ് താരം അടിച്ചുകൂട്ടി. വേറെ ആരും തന്നെ കളിച്ചില്ല. അസ്രുദ്ദീൻ ഡെക്കിലാണ് പുറത്തായത്. കഴിഞ്ഞ കളി ഫോമായ നിസാറും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. വിഷ്ണു വിനോദ് വന്നതും പോയതും വേഗത്തിലായിരുന്നു. കേരളത്തിലെ എല്ലാ താരങ്ങളും മോശം കളിയാണ് കാഴ്ചവെച്ചത്. സഞ്ജു ആകട്ടെ 7 റൺസിൽ ഔട്ടായി മടങ്ങി. ഇപ്പോഴത്തെ കേരളം ഓൾ ഔട്ടായിരിക്കുകയാണ്. 87 റൺസിൽ കേരളത്തിൻ്റെ എല്ലാ വിക്കറ്റും പോയി. പിന്നീട് ആന്ധ്ര സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് മികച്ചൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. അവരിപ്പോൾ ഈസി ആയിട്ട് കളി ജയിക്കാൻ പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ മാച്ച് നിർണായകമായിരുന്നു. എന്നിട്ടും കേരളം മത്സരം തൊലച്ചു കളഞ്ഞു. കേരള ടീമിൽ ആരും തന്നെ ഫോമായില്ല. കുറച്ചും കൂടി ശ്രദ്ധിച്ചു കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് കേരളത്തിന് ജയിക്കാമായിരുന്നു. ആന്ധ്ര ടീം ഇന്ന് ജയിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.